അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് അമാൽഗമേഷൻ എന്താണ്, അവിടെ പർച്ചേസ് ഡിഫറെൻറ്റ് ടേംസ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയാസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമാൽഗമേഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്യുന്നു. അതേസമയം മറ്റൊരു കമ്പനി ഫോം ചെയ്തുകൊണ്ട് ഈ ലിക്വിഡേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിൻ്റെ ബിസിനസ് എക്വയർ ചെയ്യാണ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാണ് നടക്കുന്നത്. അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് അമാൽഗമേഷൻ. അപ്പോൾ അമാൽഗമേഷൻ പോലെ തന്നെ വരുന്ന മറ്റ് രണ്ട് ടേംസ് കൂടിയാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അമാൽഗമേഷൻ പോലെ തന്നെയാണ്, പക്ഷേ അവിടെ ഒരു കമ്പനി മാത്രമേ ലിക്വിഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു എക്സിസ്റ്റിംഗ് വീക്ക് കമ്പനി ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ ബിസിനസ് മറ്റൊരു ന്യൂ കമ്പനി ഫോം ചെയ്തുകൊണ്ട് എക്വയർ ചെയ്യാണ്. അവിടെ ഓൺലി വൺ അക്വിസിഷൻ ആൻഡ് ഓൺലി വൺ ഫോർമേഷൻ ആൻഡ് ഓൺലി വൺ ലിക്വിഡേഷൻ ഇസ് ഇൻവോൾവ്. ആൻഡ് അബ്സോർപ്ഷൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോർമേഷൻ നടക്കുന്നില്ല. ഒരു എക്സിസ്റ്റിംഗ് കമ്പനി തന്നെ മറ്റൊരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ബിസിനസ് പർച്ചേസ് ചെയ്യാണ്. ഒരു വീക്ക് കമ്പനിയുടെ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് കാറ്റഗറിയും ഫോളോ ചെയ്യുന്നത് സെയിം അക്കൗണ്ടിങ് ജേർണൽ എൻട്രീസ് ആണ്. സെയിം ജേർണൽ എൻട്രീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫറർ കമ്പനിയുടെയും ട്രാൻസ്ഫറി കമ്പനിയുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ജേർണൽ എൻട്രീസ് നടത്തുന്നത്. അപ്പോൾ ഇത് മൂന്നും റീകൺസ്ട്രക്ഷൻ്റെ ഒരു പാർട്ടാണ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ പാർട്ടാണ് ഈ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, അമാൽഗമേഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ കമ്പനിയുടെ റീകൺസ്ട്രക്ഷനിൽ വരുന്ന മറ്റൊരു ആസ്പെക്റ്റ് കൂടിയാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ വരുന്ന കേസിൽ അവിടെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ലിക്വിഡേഷൻ അല്ല നടക്കുന്നത്. ടോട്ടൽ ഇപ്പോൾ നമ്മളുടെ ഒരു റീകൺസ്ട്രക്ഷൻ നടക്കുന്ന കേസിൽ അവിടെ ഉദ്ദേശിക്കുന്നത് മേക്കിംഗ് സം ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഇപ്പോൾ ലോസ് ഫേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻഅഡക്വസി ഉള്ള കേസിലോ അല്ലെങ്കിൽ പുതിയ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് കമ്പനി റീസ്ട്രക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് ഇതുപോലെ അമാൽഗമേഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷനൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു ലിക്വിഡേഷനും ഫോർമേഷനും നടക്കുന്നുണ്ട്. പക്ഷേ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പനി ലോസ് കവറപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിക്വിഡേഷനോ അല്ലെങ്കിൽ ഒരു ഫോർമേഷനോ നടക്കുന്നില്ല. എക്സിസ്റ്റിംഗ് കമ്പനി തന്നെ അവരുടെ ഷെയർ ക്യാപിറ്റലിൽ റീഅറേഞ്ച്മെൻറ്റ്സ് വരുത്തിക്കൊണ്ട് ചിലപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഓൾട്ടറേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ മറ്റ് വിധത്തിൽ ഇൻറ്റേർണലി റീഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻട്രീസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും അതിൻ്റെ അക്കൗണ്ടിങ് എൻട്രീസുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കേസിലും നമുക്ക് സെയിം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതെന്തൊക്കെയാണ് ഇനി ആ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് എൻട്രീസ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഏതൊക്കെ സ്റ്റെപ്സാണ് ഒരു ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്, അക്കൗണ്ടിങ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് നോട്ടിൽ എഴുതണം എന്ന് നിർബന്ധമില്ല, പക്ഷേ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനീസ് ഓൺ ദാറ്റ് ഡേറ്റ് ഓഫ് ലിക്വിഡേഷൻ. പക്ഷെ നമ്മളുടെ ഒരു സ്റ്റഡി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാകും, കമ്പനി നമുക്ക്
ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നില്ല, നമുക്കത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ്, ഓപ്പൺ എ റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫർ ഓൾ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു ദ റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മളുടെ ഈ ഒരു അമാൽഗമേഷൻ പ്രൊസീജിയറിൽ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റിയലൈസേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് എ ടെമ്പററി അക്കൗണ്ട് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് റിയലൈസേഷൻ ഓർ ലിക്വിഡേഷൻ. നമ്മളുടെ ലിക്വിഡേഷൻ്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നൊരു ടെമ്പററി അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മളുടെ ലിക്വിഡേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ്, ദെൻ കമ്പനി ട്രാൻസ്ഫറി കമ്പനി എഗ്രി ചെയ്തിരിക്കുന്ന ടേക്ക് ഓവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇതൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഈ ഒരു റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫറി കമ്പനി ടേക്ക് ഓവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന അസറ്റ്സൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പർച്ചേസ് കൺസിഡറേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തേർഡ് സ്റ്റെപ്പ്, ടു കാൽക്കുലേറ്റ് ദ പർച്ചേസ് കൺസിഡറേഷൻ. ഇവിടെ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന 4 മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. ലംസം മെത്തേഡ് ആകാം, നെറ്റ് പേയ്മെൻറ്റ് ആകാം, നെറ്റ് അസറ്റ് മെത്തേഡ് ആകാം, ഓർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് ആകാം. നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ നേച്ചർ അനുസരിച്ച് ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, ക്രെഡിറ്റ് ദ റിയലൈസേഷൻ അക്കൗണ്ട് വിത്ത് പർച്ചേസ് കൺസിഡറേഷൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണോ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഇത് ട്രാൻസ്ഫറർ കമ്പനിയുടെ അക്കൗണ്ടാണ്. സോ അവിടെ ട്രാൻസ്ഫറർ കമ്പനിക്ക് റിയലൈസേഷൻ ചെയ്യുന്ന സമയത്ത് റിസീവ് ചെയ്യുന്ന എമൗണ്ടാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ഇൻകമാണ്. സോ റിസീവ് ചെയ്യുന്ന റെസിപ്റ്റ് സൈഡിൽ എഴുതേണ്ട ഒരു ഐറ്റമാണ് പർച്ചേസ് കൺസിഡറേഷൻ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ, വിച്ച് മീൻസ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഇപ്പം നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്തു, പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു, അത് ക്രെഡിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മളത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നമ്മളുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ്. അതിൻ്റെ എൻട്രീസ് നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഈ സ്റ്റെപ്സ് ആദ്യം മനസ്സിലാക്കാം. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ദ ഷെയർ ക്യാപിറ്റൽ, accumulated reserves and surplus, and fictitious assets and accumulated losses to shareholders account. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട്സ്, അവർക്ക് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകും. ദെൻ അവർക്ക് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന റിസർവ്സ് ഉണ്ടാകും. ഇപ്പോൾ ജനറൽ റിസർവ്സ് ഉണ്ടാകും, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ്, ദെൻ വേരിയസ് ഫണ്ട്സ് ഉണ്ടാകും, സിങ്കിങ് ഫണ്ട് പോലെ അവർക്ക് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട്സ് അത്. ദെൻ ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, ഈ എമൗണ്ട്സ് മൊത്തം ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട്സ് ആണ്. അവിടെ ഒരു ലോസ്, അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ഹോൾഡേഴ്സ് ബിയർ ചെയ്യേണ്ട ഒരു എമൗണ്ടാണ്. സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ. ഇതുകൂടാതെ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന റിയലൈസേഷൻ എക്സ്പെൻസ് കൂടെ, റിയലൈസേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ് കൂടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ട്രാൻസ്ഫർ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടായിട്ട് റിലേറ്റഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ട്സ്. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലാതെ നമ്മളുടെ കമ്പനിയിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടാകും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകും. ഇവരുടെയൊക്കെ സെറ്റിൽമെൻറ്റ് ഇതിന് ശേഷം നടത്തേണ്ടതുണ്ട്, അതിൻ്റെയൊക്കെ എൻട്രീസ് വരുന്നുണ്ട്. ഇനി
company receiving purchase consideration in the form of cash or shares or debentures in transferee company. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഷെയർസോ ഡിബഞ്ചേഴ്സോ ആയിട്ടായിരിക്കാം ട്രാൻസ്ഫറി കമ്പനി പേ ചെയ്യുന്നത്. അത് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് പേ ചെയ്യാം, ഓർ ചില കേസിൽ ഡിബഞ്ചേഴ്സ് ആയിട്ടും ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനീസിന് പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ദെൻ നമ്മളുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി എമംഗ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. നമുക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഷെയർസ് ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫറി കമ്പനി എത്രയാണോ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് അത് അവർക്ക് ഇഷ്യൂ ചെയ്യാം. ഇത്രയും സ്റ്റെപ്സാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ഓരോ സ്റ്റെപ്സിലും വരുന്ന എൻട്രീസ്. ഇതിൽ നിങ്ങൾക്ക് 13 എൻട്രീസാണ് പഠിക്കാനുള്ളത്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്, കാരണം ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്ന ഏരിയ ആണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു എൻട്രീസ് ബൈ ഹാർട്ട് ചെയ്യാനും എളുപ്പം തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് എൻട്രി എന്താണെന്നുള്ളത് നോക്കുക. ഇവിടെ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. So the first entry is, in order to transfer the assets to realization account, we had to follow the entry realization account debtor to asset account. ഈ അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കമ്പനി ട്രാൻസ്ഫറി കമ്പനി ടേക്ക് ഓവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന അസറ്റ്സ്, അത് ഏതൊക്കെയാണോ അത്രയും അസറ്റ്സ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാം. അസറ്റ്സിന് നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ഈ ഒരു അസറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻട്രിയാണ് വരിക, അത് നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ അസറ്റിൻ്റെ ഡെബിറ്റ് ബാലൻസിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ക്രെഡിറ്റ് ചെയ്തു. ആൻഡ് ഇത് ഡെബിറ്റ് ചെയ്യുന്നത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്നുള്ളൊരു ടെമ്പററി അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടാണ്. ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ അസറ്റ്സും ഇൻഡിവിജ്വലി ലിസ്റ്റ് ചെയ്യുക. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിരിക്കണം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി അസറ്റ്സിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ നെറ്റ് അസറ്റ് മെത്തേഡൊക്കെ പറഞ്ഞ കേസിൽ ചില പോയിൻറ്റ്സ് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും അസറ്റ്സ് എടുക്കുന്ന കേസിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള ബുക്ക് വാല്യൂ എത്രയാണോ ഈ ഒരു ബുക്ക് വാല്യൂവിലായിരിക്കണം അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബുക്ക് വാല്യൂവിലാണ് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദെൻ അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു കമ്പനി ടേക്ക് ഓവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന അസറ്റ്സ് ഏതൊക്കെയാണോ അതാണ് നമ്മൾ ഈ ഒരു റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. അതല്ലാതെ വരുന്ന ടേക്ക് ഓവർ ചെയ്യാത്ത അസറ്റ്സോ അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്സോ, ഫിക്റ്റീഷ്യസ് അസറ്റ് മീൻസ് ദീസ് ആർ നോട്ട് റിയൽ അസറ്റ് അല്ലാത്ത ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ടാകും. ലൈക്ക് ഇപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസസ് വരാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് വരാം, ഓർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് വരാം. ദെൻ അസറ്റ് സൈഡ് കാട്ടുന്ന പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, ഇതൊക്കെ നമ്മളുടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്. ഈ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒന്നും തന്നെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടതില്ല. അത് നമ്മൾ ഡയറക്റ്റ്ലി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുക. അത് ലാസ്റ്റ് ചെയ്യും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അസറ്റ്സ് ആയിട്ട് എടുക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് കമ്പനി ടേക്ക് ഓവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന അസറ്റ്സ് ആണ്. അതുകൂടാതെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ ഗുഡ് വിൽ, പാറ്റൻറ്റ്, ട്രേഡ് മാർക്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്ന ഐറ്റംസ് ഒക്കെ എടുക്കാവുന്ന ഐറ്റംസ് ആണ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സും ആൻഡ് ടേക്ക് ഓവർ ചെയ്യാത്ത അസറ്റ്സും ഒഴികെ ബാക്കി എല്ലാ എമൗണ്ടും നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്സ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ഫോർ ട്രാൻസ്ഫറിങ് ദ ലയബിലിറ്റീസ്. ലൈക്ക്വൈസ് അസറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതുപോലെ തന്നെ ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തതുപോലെ തന്നെ ഇൻഡിവിജ്വലി നിങ്ങളുടെ ലയബിലിറ്റീസ് ഏതൊക്കെയാണോ
അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ എൻട്രി എഴുതേണ്ടത്. നമുക്കറിയാം ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഡിബഞ്ചേഴ്സ് ഐറ്റംസ് ആണ് ഈ ഒരു ലൈബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് ആണ്. ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് എന്തൊക്കെ ലൈബിലിറ്റീസ് ആയിട്ട് തന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈബിലിറ്റി സൈഡ് ചിലപ്പം ഈ പ്രൊവിഷൻസ് തരുന്നുണ്ടാകും. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, ദെൻ പെൻഷൻ ഫണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഫണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇതൊക്കെ നിങ്ങളുടെ ഔട്ട്സൈഡ് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ദെൻ അതുകൂടാതെ ഈ ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരുന്ന അക്യുമുലേറ്റഡ് റിസർവ്സ് ഉണ്ടാകും. ഈ റിസർവ്സ് ഒക്കെ നമ്മൾ ഡയറക്റ്റ്ലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ജനറൽ റിസർവ്, ദെൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, പിന്നെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, സിങ്കിങ് ഫണ്ട്, ഈ ഐറ്റംസൊക്കെ നമ്മൾ ലൈബിലിറ്റി ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതുകൂടാതെ പിന്നെ വരുന്ന ഒരു ഐറ്റം നമുക്ക് പ്രോബ്ലം വരുമ്പോൾ മനസ്സിലാകും, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം വരാനുണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ലി ഇത് ലൈബിലിറ്റി ആയിട്ടും പാർട്ട്ലി റിസർവ്സ് ആയിട്ടും ട്രീറ്റ് ചെയ്യേണ്ട ചില പ്രോബ്ലംസ് വരും. അപ്പോൾ എത്രയാണോ നമ്മളുടെ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്, ആ റിസർവ് പോർഷൻ നമ്മളെപ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ് എടുക്കേണ്ടത്. ലൈബിലിറ്റീസ്, ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ലൈബിലിറ്റി എന്നുള്ള ഹെഡിലേക്ക് എടുക്കേണ്ടതുള്ളത്. ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ദെൻ തേർഡ് എൻട്രി പറയുന്നത് നമ്മൾ പറഞ്ഞു പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രിയാണ്. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന കേസിൽ ഇവിടെ എങ്ങനെ വരുന്നത്, നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ തരുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ട്രാൻസ്ഫറി കമ്പനിയാണ്, അല്ലെങ്കിൽ പർച്ചേസിങ് കമ്പനിയാണ് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ തരേണ്ടത്. അപ്പോൾ അത് ഡ്യൂ ആയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഐറ്റമാണ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യുക. ട്രാൻസ്ഫറി കമ്പനീനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അവർ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ തരാനിരിക്കുകയാണ്. സോ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്, നമുക്കത് റിസീവ് ചെയ്തിട്ടില്ല, ക്യാഷായിട്ട് റിസീവ് ചെയ്തിട്ടില്ല. സോ നമ്മളത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. സോ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നുള്ള തേർഡ് എൻട്രി എന്ന് പറയുന്നത്. സോ നമ്മൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തു, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയി. നെക്സ്റ്റ് എന്ത് ചെയ്യും, ഡ്യൂ ആയിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ റിസീവ് ചെയ്യും. സോ ഫോർത്ത് എൻട്രി വിൽ ബി ഓൺ റിസീവിങ് ഓർ ഡിസ്ചാർജിങ് ദ പർച്ചേസ് കൺസിഡറേഷൻ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നത് ഷെയർസ് ആയിട്ടാകാം, ക്യാഷ് ആയിട്ടാകാം, ഡിബഞ്ചേഴ്സ് ആയിട്ടാകാം, ഓർ സം കേസിൽ പ്രിഫറൻസ് ഷെയർസ് ആയിട്ടാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. നമ്മളുടെ ട്രാൻസ്ഫറർ കമ്പനിയുടെ അക്കൗണ്ടാണ്. സോ റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുന്ന കേസിൽ ക്യാഷ് ഓർ ബാങ്ക്, അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യാണ്. നമുക്ക് ഏതാണോ കിട്ടുന്നത്, ചില കേസിൽ ഷെയർസും ബാങ്കും ഉണ്ടാകാം, ചില കേസിൽ ഡിബഞ്ചേഴ്സും ബാങ്കും ആയിട്ടായിരിക്കാം. അത് ഏതാണോ വരുന്നത് റിസീവ് ചെയ്യുന്നതിന് നിങ്ങൾ ഡെബിറ്റ് ചെയ്യുക. ഇക്വിറ്റി ഷെയർസ് ഇൻ ട്രാൻസ്ഫർ ഈ കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു, ഓർ പ്രിഫറൻസ് ഷെയർസ് ആയിട്ടാകാം, ഓർ ഡിബഞ്ചേഴ്സ് ആയിട്ടാകാം, ഓർ ക്യാഷ് ഓർ ബാങ്ക് ആയിട്ടാകാം. 2. ക്രെഡിറ്റ് ചെയ്യേണ്ട പാർട്ടി എന്ന് പറയുന്നത് നമ്മളുടെ ട്രാൻസ്ഫറി കമ്പനിയാണ്. അപ്പോൾ ട്രാൻസ്ഫറി കമ്പനീൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രി എഴുതി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ട്രാൻസ്ഫറി കമ്പനി നമുക്കത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഉള്ള എൻട്രിയാണ്. സോ ഇപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫറി കമ്പനി ക്യാൻസലായി ഡ്യൂ ആയി, അത് നമുക്ക് റിസീവ് ആയി. സോ ട്രാൻസ്ഫറി കമ്പനി ആയിട്ടുള്ള ഡീലിംഗ് അവിടെ സ്റ്റോപ്പായി, പർച്ചേസ് കൺസിഡറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീലിംഗ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്യാത്ത അസറ്റ്സ് ഉണ്ടാകും. കമ്പനി ട്രാൻസ്ഫറർ കമ്പനി ഏറ്റെടുക്കാത്ത അസറ്റ്സ്, ടേക്ക് ഓവർ ചെയ്യാത്ത അസറ്റ്സ്.
അപ്പോൾ നമ്മളുടെ കമ്പനി ഇപ്പോൾ എന്തായാലും ലിക്വിഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു അസറ്റ്സ് കൊണ്ട് ഇനി ആവശ്യമില്ല. ആ അസറ്റ്സ് നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എൻട്രി വരുന്നത്, സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് ആയിട്ട് റിസീവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ്. ക്യാഷ് ഓർ ബാങ്ക് മീൻസ് നമ്മളുടെ സെയിൽസ് നടന്ന എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് ഡെറ്റർ ടു നമുക്ക് റിസീവ് ചെയ്തു, ക്യാഷ് ഓർ ബാങ്ക് റിസീവ് ചെയ്തു ടു റിയലൈസേഷൻ അക്കൗണ്ട്. നമ്മൾ അസറ്റ്സ് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി ഒരു അസറ്റ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോവാത്തത്. അപ്പോൾ നമ്മൾ നമ്മളുടെ സെയിൽസ് പ്രൊസീഡ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് വരുന്നത് അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്യാത്തത് പോലെ തന്നെ കമ്പനിയുടെ ചില ലൈബിലിറ്റീസും കമ്പനി ട്രാൻസ്ഫറി കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ടേക്ക് ഓവർ ചെയ്യാത്ത ലൈബിലിറ്റീസിനെ നമ്മളുടെ കമ്പനി തന്നെ ഡിസ്ചാർജ് ചെയ്യണം അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യണം. ലൈബിലിറ്റീസിനെ സെറ്റിൽ ചെയ്യുന്ന എൻട്രിയാണ് നെക്സ്റ്റ് വരുന്നത്. ഫോർ ഡിസ്ചാർജിങ് ഓർ സെറ്റിൽമെൻറ്റ് ഓഫ് ലൈബിലിറ്റീസ് ദാറ്റ് ആർ നോട്ട് ടേക്കൺ ഓവർ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി. ഇവിടെ എൻട്രി നമ്മൾ പേ ചെയ്യാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഓർ ബാങ്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ഓർ ബാങ്ക് റിഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് പോകുന്ന സമയത്ത് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു ആൻഡ് നമ്മളുടെ ലൈബിലിറ്റി സെറ്റിൽ ചെയ്ത് പോവുകയാണ് അല്ലെങ്കിൽ ലൈബിലിറ്റി ഓഫായി പോവുകയാണ്, അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നത് ഒരു ഐറ്റം പറയുന്നത് നമ്മൾ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് വരാവുന്ന എക്സ്പെൻസസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിക്വിഡേഷൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ നമ്മളതിനെ റിയലൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയും. നമ്മളുടെ കമ്പനി ഫോം ചെയ്യുന്ന സമയത്താണെങ്കിൽ അവിടെ നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസസ് വരും. അതുപോലെ തന്നെയാണ് നമ്മളുടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് അല്ലെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസസ് വരുന്നത്, ലിക്വിഡേറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ്. ഈ ഒരു എക്സ്പെൻസ് ചില കേസിൽ ട്രാൻസ്ഫറി കമ്പനി മീറ്റ് ചെയ്യാം, സം കേസസിൽ ട്രാൻസ്ഫറർ കമ്പനി ആയിരിക്കാം ഈ ഒരു എമൗണ്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ട്രാൻസ്ഫറർ കമ്പനിയുടേതാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് കമ്പനിയുടെ നമുക്ക് ഇൻകർ ആയിട്ടുള്ള ലിക്വിഡേഷൻ എക്സ്പെൻസസ് മെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എന്ത് വരും, അവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്, സോ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യും ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. റിയലൈസേഷൻ അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്, ക്യാഷ് നമ്മളുടെ കയ്യിൽ നിന്ന് റെഡ്യൂസ് ആണ് അല്ലെങ്കിൽ ഡിക്രീസ് ആവുകയാണ്. ഇനി ഈ ഒരു ലിക്വിഡേഷൻ എക്സ്പെൻസ് നമ്മളുടെ ട്രാൻസ്ഫറി കമ്പനിയാണ് മീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ, ട്രാൻസ്ഫറർ കമ്പനിയുടെ അക്കൗണ്ടിൽ, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രിയും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയാണോ, ക്വസ്റ്റ്യനിൽ നന്നായിട്ട് നോക്കണം. ട്രാൻസ്ഫറർ കമ്പനിയാണ്, നമ്മളുടെ കമ്പനി തന്നെയാണ് ഈ ഒരു എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുന്നുള്ളൂ. ഒരു കേസിൽ നമുക്ക് വരുന്ന എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമ്മളുടെ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് വരേണ്ട ഐറ്റംസൊക്കെ ട്രാൻസ്ഫർ ചെയ്തു, അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു, ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തു, പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, അത് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു അസറ്റ്സ് റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ചില കേസിൽ പ്രോഫിറ്റ് ആയിരിക്കാം ആൻഡ് സം അതർ കേസസിൽ നമുക്ക് ലോസസ് ആയിരിക്കാം കിട്ടുന്നുണ്ടാവുക. ഇനി പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെന്നുണ്ടെങ്കിലും നമ്മളത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റ് ഏത് ഭാഗത്താണ്, ക്രെഡിറ്റിലായിരിക്കും ഉണ്ടാവുക. സോ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പ്രോഫിറ്റിനെ മാറ്റുക, ട്രാൻസ്ഫർ ചെയ്യുക.
അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ റിയലൈസേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നേരെ ഓപ്പോസിറ്റ് എൻട്രി കൂടെ നിങ്ങൾ എഴുതി വെക്കുക. ഇഫ് ഇറ്റ്സ് എ കേസ് ഓഫ് ലോസ്, റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, നേരെ ഓപ്പോസിറ്റ് എൻട്രി കൂടെ നിങ്ങൾ എഴുതുന്ന സമയത്ത് എഴുതി വെക്കുക. ഇനി നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യുക. ഇനി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ എമൗണ്ട് പേ ചെയ്യണോ, നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും മറ്റ് ഔട്ട്സൈഡ് ലൈബിലിറ്റീസൊക്കെ പേ ചെയ്യുന്നത് പോലെ തന്നെ വൈൻഡിങ് അപ്പിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ അവർക്ക് പേ ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്നത് ഐദർ ക്യാഷ് ആയിട്ടാകാം, ഓർ പ്രിഫറൻസ് ഷെയർസ് ട്രാൻസ്ഫർ ഈ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർസ് തന്നെയായിട്ട് ഈക്വൽ എമൗണ്ട് ആയിട്ട് പ്രിഫറൻസ് ഷെയർസ് തന്നെ ആകാം, അല്ലെങ്കിൽ ചില കേസിൽ ഡിബഞ്ചേഴ്സ് ആയിട്ടും പേ ഓഫ് ചെയ്യാം. ഇനി പേ ചെയ്യുന്നത് അറ്റ് പാർ ആയിരിക്കാം, അറ്റ് പ്രീമിയം ആയിരിക്കാം, അറ്റ് ഡിസ്കൗണ്ട് ആയിരിക്കാം. അതിൻ്റെ എൻട്രി നമുക്ക് പ്രോബ്ലം വരുന്നതിനനുസരിച്ച് എഴുതാം. അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് ഈ ഒരു പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയാണോ അതിൽ വരുന്ന വേരിയേഷൻസ്, എമൗണ്ടിൽ വരുന്ന വേരിയേഷൻസ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ എൻട്രി നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പം ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ പേ ഓഫ് ചെയ്യുന്ന എൻട്രി പഠിക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രിഫറൻസ് ഷെയർസ് ആകാം, ക്യാഷ് ഓർ ബാങ്ക് ആകാം, ഓർ ഡിബഞ്ചർ ക്യാപിറ്റൽ ആകാം. ദെൻ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ദ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓർ റിസർവ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഓണേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ഡ്യൂ ആകുന്ന എമൗണ്ട് ഏതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടൊക്കെ അവർക്ക് പേ ചെയ്യണം. അപ്പോൾ അവർക്ക് ഏതൊക്കെ എമൗണ്ട് ഡ്യൂ ആകുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. 11th എൻട്രി എന്ന് പറയുന്നത് അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആകുന്ന എമൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതേതൊക്കെയാണ്? നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡ് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകും, ദെൻ അക്യുമുലേറ്റഡ് റിസർവ്സ്, ജനറൽ റിസർവ്സ്, ദെൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ടാകാം, ഓർ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്സ് ഉണ്ടാകാം, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാകാം, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഉണ്ടാകാം. ഇതൊക്കെ നിങ്ങൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ടതാണ്. സോ ഡ്യൂ ആവുന്ന എൻട്രിയാണ് 11th എൻട്രി എന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എൻട്രി. ദെൻ അതിന് ശേഷം വരുന്ന എൻട്രി നമ്മൾ ഇപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ട്രാൻസ്ഫർ കമ്പനി ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന അസറ്റ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്തു, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്തു. ആൻഡ് ടേക്ക് ഓവർ ചെയ്യാത്ത അസറ്റ്സ് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന അസറ്റ്സ് ആണ് ഫിക്റ്റീഷ്യസ് അസറ്റ്, വിച്ച് മീൻസ് ദീസ് ആർ നോട്ട് റിയൽ ഇൻ നേച്ചർ. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കാം, ഓർ പ്രിലിമിനറി എക്സ്പെൻസസ് ആയിരിക്കാം, ഓർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്, ഓർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇതൊക്കെ നമ്മളുടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒക്കെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബാലൻസ് ഷീറ്റിൽ വരുന്ന ലൈബിലിറ്റി സൈഡ് വരുന്ന റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് പേ ചെയ്യണം, ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് അവർക്ക് പേ ചെയ്യണം, ആൻഡ് റിയലൈസേഷൻ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ് അതും നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആകും. ആൻഡ് ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിരിക്കുന്ന എല്ലാ എമൗണ്ടും പേ ചെയ്യുന്ന എൻട്രിയാണ്. ലാസ്റ്റ് എൻട്രി ഈസ് ഫോർ ഫൈനൽ പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്
കിട്ടുകയാണ്, എമൗണ്ട് കിട്ടുകയാണ്. അപ്പോൾ ഡെബിറ്റ് ചെയ്യുകയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർസ് ഇൻ ട്രാൻസ്ഫറി കമ്പനി ആൻഡ് ബാങ്ക്. നമുക്ക് ചില കേസിൽ എന്താക്കാം, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് തന്നെ ന്യൂ കമ്പനിയിൽ അല്ലെങ്കിൽ പർച്ചേസിങ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ ബാങ്കായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണോ കൊടുക്കുന്നത് ആ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് പേയ്മെൻറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ഫോർത്ത് വൺ പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഫിഫ്ത്ത് വൺ സെയിൽ ഓഫ് അസറ്റ് നോട്ട് ടേക്കൺ ഓവർ ബൈ ട്രാൻസ്ഫറി കമ്പനി. ആൻഡ് സിക്സ്ത് ഡിസ്ചാർജിങ് ദ ലൈബിലിറ്റീസ് നോട്ട് ടേക്കൺ ഓവർ ബൈ ട്രാൻസ്ഫറി കമ്പനി. ദെൻ ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഇൻകർ ആവുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫറർ കമ്പനിയാണ് മെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി. ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ് പേ ചെയ്യേണ്ടത് ആൻഡ് അത് പേ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്ന എൻട്രി. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട്സ്, റിസർവ്സ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അവർക്ക് ഫിക്റ്റീഷ്യസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ലാസ്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ട എമൗണ്ട്സ്, ഫൈനൽ പേയ്മെൻറ്റ്സ് നടത്തുക. ഇത്രയും എൻട്രീസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇത്രയും കാര്യം നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ.